2007 ഇറങ്ങിയ ലൈഫ് ഇൻ എ മെട്രോ എന്ന് പറയുന്നത് വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. ആ പടത്തിൽ പറയുന്ന കഥകൾ, ആ കഥയിൽ വരുന്ന ക്യാരക്ടേഴ്സ്, അവരുടെ ഒരു ഗ്രേ ഷെയ്ഡ്, അത് ട്രാജിക് എൻഡിങ് അങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളൊന്നും വകവയ്ക്കാതെയാണ് അനുരാഗ് ബസു ലൈഫ് ഇൻ എ മെട്രോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയത്. സോ ആ സിനിമയുടെ സെക്കൻഡ് പാർട്ട്, അതായത് സ്പിരിച്വൽ സീക്വൽ ആണ്, സെക്കൻഡ് പാർട്ട് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ പ്രീതമിന്റെ മ്യൂസിക്, നമ്മുടെ മ്യൂസിക്കൽ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ലൈഫിന്റെ മെട്രോ ഇൻ ദിനോ എന്നുള്ള ഈ പടത്തിൽ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഈ അനുരാഗ് ബസുവിന്റെ സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഒരു ഫാനാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് പുള്ളിയുടെ ഒരു പടം വരുന്നത്. സോ ഞാൻ നല്ല രീതിയിൽ എക്സൈറ്റഡ് ആയിരുന്നു ഈ പടം വരുന്നതിന്. പക്ഷെ ഈ പടത്തിന്റെ ജോണർ പുള്ളി മ്യൂസിക്കൽ എന്ന് പറയുന്നത് മ്യൂസിക്കൽ 2x എന്നുള്ള രീതിയിലാണ്. കാരണം ഈ പടത്തിന്റെ ആദ്യത്തെ ഒരു 20-25 മിനിറ്റ് ഈ ക്യാരക്ടേഴ്സിനെ എല്ലാം പരിചയപ്പെടുന്നത് ഡിസ്നി പടങ്ങളിൽ വരുന്നത് പോലുള്ള മ്യൂസിക്കലാണ്. ഈ മ്യൂസിക്കൽ എന്ന് പറയുന്നത് ഒരു അതിപ്രസരമായിരിക്കും എന്നുള്ളത് നമുക്ക് പടത്തിന്റെ തുടക്കത്തിൽ ഈ 25 മിനിറ്റ് തന്നെ മനസ്സിലാവും. പക്ഷെ സൂപ്പർ മ്യൂസിക് ആണ്, കിഡിലൻ പാട്ടുകളാണ്. ആ കിഡിലൻ പാട്ടുകളായതുകൊണ്ട് നമ്മൾക്ക് ഇതെല്ലാം ക്ഷമിക്കാം എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഓരോരോ കഥകളായിട്ട് ഇങ്ങനെ നാരേറ്റീവായിട്ട് വരുമ്പോൾ അതിൽ ഒരു കഥ, ഒന്ന് അലി ഫസൽ, പിന്നെ ഫാത്തിമ സന ഷെയ്ഖ്, ഇവർ രണ്ടുപേരുടെയും ഒരു ആംഗിൾ ഉണ്ട്, അവരുടെ ഒരു സ്റ്റോറി. ഈ സ്റ്റോറിക്ക് മാത്രമാണ് വ്യക്തമായ ഡെപ്ത് ഉള്ളൂ, അതിന്റെ കോൺഫ്ലിക്റ്റ് ആണ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ. ഇത് ഇവരുടെ ഈ അലി ഫസലിന്റെയും പിന്നെ ഈ ഫാത്തിമ സന ഷെയ്ഖിന്റെയും ഇവരുടെ രണ്ടുപേരുടെ പെർഫോമൻസ് മാത്രമേ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നുള്ളൂ ഈ പടം കണ്ടിറങ്ങുമ്പോൾ. ബാക്കിയുള്ളതെല്ലാം കാരിക്കേച്ചർ ലെവലിൽ ഒരു ഫൺ മൂഡിൽ, അതായത് ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ പടത്തിലുള്ള എല്ലാവരും കോമഡി ആ രീതിയിൽ മതി, ഒരു ഫൺ മൂഡിൽ തന്നെ പറഞ്ഞാൽ മതി. ഗ്രേ ഷെയ്ഡ് പോയിട്ട് ഒന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇനി പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിരിക്കും എന്ന് ആരെങ്കിലും ഒക്കെ പരാതി പറയുന്നു പേടിച്ച് അനുരാഗ് ബസു ഇങ്ങനെയൊക്കെ മാറിയോ എന്ന് നോക്കി. കാരണം അനുരാഗ് ബസു പുള്ളി മർഡർ എന്നുള്ള സിനിമ ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു എന്തൊക്കെ കോൺട്രവേഴ്സീസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ പുള്ളി ഇങ്ങനെ മാറിപ്പോയോ എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ആൻസംബിൾ കാസ്റ്റ് ആണ്, കാരണം ഇതിനകത്ത് വരുന്ന എല്ലാം ഞാൻ പറഞ്ഞില്ല, അലി ഫസലിന്റെയും ഫാത്തിമ സന ഷെയ്ഖിന്റെയും ഈ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് മാത്രമാണ് ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്ടം തോന്നുന്നത്. അവരുടെ പെർഫോമൻസും സൂപ്പറാണ്. ഈ ഒരു കഥയല്ലാതെ ബാക്കിയുള്ളത് ഒന്നും ഇംപ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു പടമായി പോയതിൽ. ആദിത്യ റോയ് കപൂറിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട് ഈ പടത്തിൽ, ഒരു ഇഷ്ടം തോന്നുന്ന വേറൊരു ക്യാരക്ടറാണ്. പുള്ളി ഒരു ട്രാവൽ വ്ളോഗറാണ്, പിന്നെ പുള്ളിയുടേതായിട്ടുള്ള കുറച്ച് ഇതൊക്കെയാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ കഥയുടെ സൗകര്യത്തിന് വേണ്ടിയാണെന്ന് തോന്നുന്നു ഈ പുള്ളിനെ ഒരു ക്ലൂലെസ് ആയിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പാടില്ലാത്ത ആ രീതിയിലോട്ടൊക്കെ കൊണ്ടുവരുന്നു. പിന്നെ ഇപ്പുറത്തിലുള്ള പുരുഷന്മാരുടെ ക്യാരക്ടേഴ്സ് എല്ലാം ഒന്നെങ്കിൽ കോമാളികളാണ്, പിന്നെ ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇവരുടെ തെറ്റുകൾ, ഈ പുരുഷന്മാരുടെ തെറ്റുകൾ ക്ഷമിച്ച് കാലങ്ങളായിട്ട് കഴിയുന്ന സ്ത്രീകളാണ്. അവർക്ക് ഫ്രീഡം വേണം എന്നൊക്കെ പറഞ്ഞ് കോങ്കന സെൻ ശർമ്മയുടെ ഒരു ഗോവ പോർഷനൊക്കെ വരുന്നുണ്ട്. അൺസൈക്കബിൾ ആയിരുന്നു ഈ ഗോവ പോർഷൻ. അതിന്റെ ആവശ്യം എന്താണ്? പിന്നെ പങ്കജ് ത്രിപാഠിയുടെ ക്യാരക്ടർ പുള്ളി പിന്നെ ഫുൾ ടൈം കോമാളിയാണ് പടത്തിൽ, ആ രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അനുപം ഖേർ, നീന ഗുപ്ത, ഒരു എൽഡർലി ലവ് അവർ ആ ഒരു രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ വളരെ പ്രഡിക്റ്റബിൾ ആയിട്ട് ഒരുപാട് കണ്ട് മടുത്ത് വളരെ ചീസി ആയിട്ട് തോന്നുന്ന, അതും കാര്യമായിട്ട് ഇംപ്രസ് ചെയ്യുന്നില്ല. പിന്നെ ഇത് നെറ്റ്ഫ്ലിക്സിനാണ് ഇതിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടർ ഉണ്ട്. ആ പുള്ളിക്കാരത്തിക്ക് ഞാൻ സ്ട്രൈറ്റ് ആണോ അല്ലെങ്കിൽ ലെസ്ബിയൻ ആണോ തുടങ്ങിയ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ട്. അപ്പൊ നെറ്റ്ഫ്ലിക്സിന് കൊടുത്തുകൊണ്ട് ആ ഒരു ട്രാക്ക് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അതായത് തീരെ ഒട്ടും കൺവിൻസിങ് അല്ല, ഒരു രീതിയിലും അങ്ങനെ ഇതായിട്ട് ഒരു സുഖമില്ലാതെ പോകുന്ന ഒരു കഥയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ കോങ്കന സെൻ ശർമ്മ, പങ്കജ് ത്രിപാഠി അതിനൊരു അഡൽട്ടറി വിഷയമായിട്ട് വരുമ്പോൾ അതിലൊരു ജെനുവിൻനെസ് ഒക്കെ കാണിക്കാം. കാരണം പിന്നെ ലൈഫ് ഇൻ മെട്രോയുടെ സ്പിരിച്വൽ സീക്വൽ എന്നുള്ള രീതിയിൽ ഒരു പടം ഇറങ്ങിയിട്ട് അതൊരുമാതിരി വല്ലാത്തൊരു കോമഡി ആയിട്ട് പോകുന്ന രീതിയിലാണ്. പിന്നെ മ്യൂസിക്കൽ നല്ല പാട്ടുകളാണ്, ഞാൻ വീണ്ടും പറയണം, പാട്ടുകൾ നല്ലതാണ്. ഇതിന്റെ ട്രാക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആപ്പിൾ മ്യൂസിക്കിലേക്ക് കേട്ടിട്ട് പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ലോങ് ഡ്രൈവ് പോവാം. നമ്മളെത്തുന്നത് ചിലപ്പോൾ കൊച്ചിയിൽ നിന്ന് കന്യാകുമാരിയൊക്കെ ആയിരിക്കാം. അത്രയും സ്മൂത്ത് ആയിട്ട് നല്ല രീതിയിലൊക്കെ പോകാം. പക്ഷെ പടത്തിലേക്ക് വരുമ്പോൾ ഇതൊരു ഡിസ്നി പടം പോലെ തന്നെ ഇങ്ങനെ അതിപ്രസരമാണ് പാട്ടുകൾക്ക്. നമുക്ക് പാട്ട് കേൾക്കുന്ന മൂടും സിനിമയിൽ ഒരുപാട് പാട്ട് വരുമ്പോഴാണ് ഇറിറ്റേഷനും അത് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അത്ര ഡെപ്ത് ഇല്ലാത്ത കുറെ ക്യാരക്ടേഴ്സ് അങ്ങനെയുള്ള കഥയും കൂടി ആയതുകൊണ്ട് മൊത്തത്തിൽ എനിക്ക് തീരെ കൺവിൻസിങ് ആയിട്ടുള്ള ഈ പടം. ഇപ്പൊ അനുരാഗ് ബസു വർഷങ്ങൾക്ക് ശേഷം ലൈഫ് ഇൻ എ മെട്രോയുടെ ഒരു സ്പിരിച്വൽ സ്പീക്കലായിട്ട് വന്നിട്ട് അത് തീരെ ഇംപ്രസ് ചെയ്യാത്തൊരു ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. പിന്നെ താങ്ക്സ് ടു ക്രെഡിറ്റ് ആപ്പ് അഗെയിൻ, ഇതിനു വേണ്ടി ഞാൻ അധികം കാശൊന്നും മുടക്കിയിട്ടില്ല, 30 രൂപ മുടക്കിയാണ് ഈ പടം കണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസപ്പോയിന്റ്മെന്റ് ലെവൽ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ ആസ് എ മൂവി എന്നുള്ള രീതിയിൽ അനുരാഗ് ബസുവിന്റെ കുറച്ചുകൂടി നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പുള്ളി ആ പഴയ ബാക്ക് ടു ഫോം, ആ ഡാർക്ക് ആയിട്ടുള്ള ഗ്രേ ഷെയ്ഡഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ട്രാജിക് ആണെങ്കിലുള്ള എൻഡിങ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം ഈ പടത്തിലേക്ക്. എല്ലാം ഓക്കെ ഇതാ പഠിച്ചോ, എല്ലാവർക്കും ഹാപ്പി എൻഡിങ് ആ രീതിയിലൊക്കെയാണ്. എന്ന് ആവശ്യമൊന്നുമില്ല. ലൈഫിന്റെ മെട്രോയിൽ എന്താണ് സാഡ് ആയിട്ടുള്ള കഥകളൊക്കെ നടക്കുന്നില്ല. സോ ഫോർ മീ ഇറ്റ്സ് എ ഡിസപ്പോയിന്റ്മെന്റ്.